ഒരു പ്രാവശ്യം LXD-യുടെ ഒരു പരസ്യം ഞാൻ കണ്ടു. നിങ്ങളുടെ ആഗ്രഹം ഹോം തിയേറ്റർ വെക്കാനാണ്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. മീൻസ് ഹാളിലോ അല്ലെങ്കിൽ ബെഡ്റൂമിലോ ഞങ്ങൾ എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ തയ്യാറാണെന്നൊരു ഓപ്ഷൻ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. അപ്പോൾ നമ്മൾ LXD-യുടെ പുതിയ വീഡിയോയിലേക്ക് വരിക. അതെ, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് മിടുക്കിയായ ഇടുക്കിയിലെ കുമിളി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. തണുപ്പും മഴയും മഞ്ഞുമെല്ലാം ഉള്ള മനോഹരമായ പ്രകൃതി സുന്ദരമായ ഒരു അന്തരീക്ഷം. അപ്പോൾ ഇനി ഇടുക്കിയിൽ എവിടെയാണെന്ന് പറയും? ഇടുക്കിയിൽ നമ്മുടെ പ്രിയ സുഹൃത്തായ ബിനോയ് സാറിൻ്റെ വീട്ടിലാണ് നമ്മൾ ഇന്നുള്ളത്. ടൗണിന് തന്നെ തൊട്ടടുത്ത് തന്നെ ഏകദേശം 1 കിലോമീറ്റർ അടുത്ത് തന്നെയാണ് ഈ മനോഹരമായിട്ടുള്ള വീടുള്ളത്. അവിടുത്തെ വീട്ടുവിശേഷങ്ങളും ആ മനോഹരമായ തിയേറ്ററിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് അത്ഭുതങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതും നമുക്ക് കാണാം, അല്ലേ? തീർച്ചയായിട്ടും. ഫോളോ ചെയ്യുക. ഇതാണ് കുമളിയിലുള്ള നാമ്പുഴയിൽ ബിനോയ് സാറിൻ്റെ ആ അടിപൊളി ഹോം തിയേറ്റർ. ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമുക്ക് കാണാനുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ എക്യുപ്മെൻറ്റ്സുകൾ എന്തൊക്കെയാണ് വെച്ചേക്കുന്നുള്ളതും അതിൻ്റെ സ്പെക്ക് എന്താണെന്നുള്ളതിനെ പറ്റി ഞാൻ പറയുന്നില്ല. നമ്മളിവിടെ ചെയ്തിട്ടുള്ള നമ്മുടെ കമ്പനി, അതായത് LXD ഹോം സിനിമാസ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ തിയേറ്ററുകളിൽ ഒരു തിയേറ്ററാണിത്. കുമളി എന്ന ഈ മനോഹര പ്രദേശത്ത് ഇങ്ങനൊരു തിയേറ്റർ ചെയ്യാൻ സാധിച്ചതിൽ ആദ്യം തന്നെ നാമ്പുഴയിൽ ബിനോയ് സാറിനോടും ഫാമിലിയോടും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. ഒന്നൊന്നായിട്ട് നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം, എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നതെന്ന്. ഇവിടെ നമുക്ക് പ്രൊജക്ടർ മുതൽ നമുക്ക് തുടങ്ങാം. ഇവിടെ ബെൻക്യുവിൻ്റെ 860i എന്ന് പറയുന്ന 4K പ്രൊജക്ടറാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മുടെ LXD ഹോം സിനിമാസിൻ്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലുണ്ട്. 4K പ്രൊജക്ടറുകളിലെ ഏറ്റവും ഗുണമേന്മയുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രൊജക്ടറിൽ ഒരെണ്ണമാണ് 860i എന്ന് പറയുന്ന ബെൻക്യുവിൻ്റെ 4K പ്രൊജക്ടർ. അടുത്ത് നമുക്ക് ഇവിടെ പരിചയപ്പെടേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്പീക്കർ സിസ്റ്റമാണ്, സൗണ്ട് സിസ്റ്റമാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ടാഗ ഹാർമണിയുടെ 607 എന്ന് പറയുന്ന സ്പീക്കർ പാക്കേജാണ്. അതിൽ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് 2 സ്പീക്കർ, സെൻട്രൽ സ്പീക്കർ, 2 സറൗണ്ട് സ്പീക്കേഴ്സ്, പിന്നെ അറ്റ്മോസ്, ഡോൾബി അറ്റ്മോസിന് വേണ്ടി അറ്റ്മോസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സൗണ്ട് വിഭാഗത്തിലായിട്ട് ഇവിടെ ഉൾപ്പെടുന്നത്. പിന്നീട് നമ്മൾ AVRലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെനോണിൻ്റെ 1800 എന്ന് പറയുന്ന വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു AVR ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സ്ട്രീമിംഗ് ഡിവൈസായിട്ട് ഡ്യൂൺ മീഡിയ പ്ലെയറും അതുപോലെ തന്നെ ഒരു 1KB UPS ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് സ്ക്രീനിൻ്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ 133 ഇഞ്ചിൻ്റെ സുവീരിയയുടെ ഫിക്സഡ് ഫ്രെയിം സ്ക്രീൻ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ 2 കോർണർ ട്രാപ്പുകളും അതിനുള്ളിൽ തന്നെയാണ് നമ്മൾ സ്പീക്കേഴ്സും നമ്മൾ വെച്ചിരിക്കുന്നത്. ആ സ്പീക്കേഴ്സ് ഒന്നും നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പുറമേ കാണാനില്ല, എല്ലാം വളരെ ഹൈഡ് ആൻഡ് സീക്ക് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ പ്രധാനമായിട്ടും പറയേണ്ടത് ഇതിൻ്റെ അക്കോസ്റ്റിക്കിനെ പറ്റിയാണ്. അക്കോസ്റ്റിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളൊരു 3 ലെയർ അക്കോസ്റ്റിക് വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന് കണ്ടിന്യൂഷനായിട്ട് തന്നെ നമുക്ക് മുകളിലേക്ക് കയറി പെറ്റ് പാനൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു സീലിംഗ് വർക്ക് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മനോഹരമായിട്ടുള്ള പോളിസ്റ്റർ ഫൈബർ ഗാലക്സി ലൈറ്റുകളും നമ്മളിവിടെ ചെയ്തിരിക്കുന്നു. ലൈറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 3 സെക്ഷൻ ലൈറ്റുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സീലിംഗിൽ ചെറിയ 6 വോൾട്ടിൻ്റെ റൗണ്ട് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ RGBയുടെ ഹൈഡ് ആൻഡ് സീക്ക് ആയിട്ടുള്ള ലൈറ്റുകളും കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്ന സമയത്ത് പോലും നമുക്കതിൻ്റെ ഒരു ചെറിയ ലൈറ്റിൻ്റെ ഫ്ലോ ഇങ്ങനെ കിടക്കുന്നു എങ്കിൽ പോലും അത് കാണികൾക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ വളരെ സുന്ദരമായിട്ട് തന്നെ ആ ലൈറ്റിൻ്റെ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ തീം എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ കണ്ണിൽ കുത്തുന്ന അങ്ങനത്തെ ആ രീതിയിൽ കണ്ണിലേക്ക് നമുക്ക് അടിക്കുന്നുമില്ല. പിന്നീട് നമുക്കിങ്ങനെ പ്രൊഫൈൽ ലൈറ്റുകൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നു. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഒരു ഡിസൈനിങ് പാറ്റേൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഫ്ലോർ ലൈറ്റുകളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അസൽ തിയേറ്ററിനെ അനർത്ഥമാക്കുന്ന രീതിയിലുള്ള ഫ്ലോർ ലൈറ്റുകളും നമ്മളിവിടെ ചെയ്തിരിക്കുന്നു. പിന്നീട് എടുത്ത് പറയേണ്ട കാര്യം ഇവിടുത്തെ സീറ്റിംഗ് ആണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് എല്ലാം റിക്ലൈനേഴ്സാണ്. 2 സീറ്ററിൻ്റെ 2 റിക്ലൈനേഴ്സ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ സിംഗിളായിട്ടുള്ള 4 റിക്ലൈനർ ഉൾപ്പെടെ മൊത്തം ഏകദേശം 8 സീറ്റാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അത് 2 സീറ്ററിൻ്റെ 2 സീറ്റും ബാക്കിയുള്ളതെല്ലാം സിംഗിൾ സീറ്റുമാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടിരുന്ന് സിനിമ ആസ്വദിക്കാനായിട്ട്
ഏറ്റവും നല്ല ഉണ്ടോ നല്ല തൈ സപ്പോർട്ടൊക്കെയുള്ള നല്ല സീറ്റുകളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇരുന്ന് സിനിമ കാണുമ്പോൾ ബാക്കിലിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ നമ്മളൊരു 8 ഇഞ്ചോളം ഹൈറ്റ് കൊടുത്തിട്ട് ഇവിടെ ഒരു ഫ്ലോർ റൈസിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഫ്രണ്ടിലിരിക്കുന്ന സീറ്റിൻ്റെ തടസ്സമല്ല തല ചാരുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കിയിട്ട് ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് സുന്ദരമായിട്ടിരുന്ന സിനിമ കാണാനായിട്ട് അതുപോലെ സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ സ്പീക്കർ പാക്കേജിൻ്റെ കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ഈ VR-ൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലേ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ ഇനി അക്വസ്റ്റിക് മറ്റുള്ള തിയേറ്ററിൽ നിന്ന് ഒരു സിംഗിൾ കോമ്പിനേഷൻ പിടിച്ചിട്ടുള്ള ഒരു നല്ല ഒരു അക്വസ്റ്റിക് വർക്കാണ് ഇവിടെ ഡാർക്കാണ് ഏറ്റവും കൂടുതൽ. അത് നമ്മളോട് ശരിക്കും ബിനോയ് സാർ ആദ്യം തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ, ബ്ലാക്ക് തീം. എന്നാൽ മറ്റുള്ള തിയേറ്ററിൽ വരുമ്പോൾ പറയാറുണ്ട് ബ്ലാക്ക് റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് വൈറ്റ് എന്ന് പറയാറുണ്ട്. ഇവിടെ ഫുൾ ബ്ലാക്ക് ആണ്. ഇവിടെ ഫുൾ ബ്ലാക്ക് തന്നെ വേണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം. ഒരു രസകരമായ ഒരു ആംബിയൻസ് ആയി 3 ലെയർ അക്വസ്റ്റിക് ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ബ്ലാക്കിന്റെ ഒരു പശ്ചാത്തലം, അതുപോലെ അതിനോടനുബന്ധിച്ച് തന്നെ സീറ്റും കൂടി വന്നപ്പോൾ പരിപൂർണമായ അതിനോട് അനർത്ഥമാകുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ പിടിക്കണം ഇതിന്റെ സീറ്റിംഗ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ ഒരു ആവശ്യമായിരുന്നു. മാത്രമല്ല ഈ ലൈറ്റിംഗ് ആണെങ്കിൽ പോലും ഒന്നും ഇറച്ചു നിൽക്കുന്ന രീതിയിലുള്ളൊന്നും ആകരുത്. വളരെ സിമ്പിളാണ്. നല്ല ഹൈഡ് ആൻഡ് സീക്ക് ആയിട്ട് നിൽക്കുകയും ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന പ്രേക്ഷകന് യാതൊരുവിധ തടസ്സവും കൊടുക്കാത്ത രീതിയിൽ നമ്മളത് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഈ പ്രൊഫൈൽ ലൈറ്റ് കാണാൻ പോലും അത് കാണത്തില്ല. ബാക്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരു ഓഡിയനെ സംബന്ധിച്ചിടത്തോളം ഇത് കാണാത്ത രീതിയിൽ നമ്മൾ RGB ലൈറ്റ് ഇങ്ങനെ കയറി പോയിട്ട് നേരെ സീലിങ്ങുകൾ കയറി അങ്ങനെ സൈഡിൽ ഇറങ്ങുന്ന രീതിയിലുള്ള പാറ്റേൺ ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. വിത്ത് ഗാലക്സി ലൈറ്റുകൾ, അതായത് നമ്മൾ എല്ലാം ലൈറ്റെല്ലാം ഓഫ് ആയി കഴിഞ്ഞാൽ ഗാലക്സി നക്ഷത്രം കിടക്കുന്ന രീതിയിലുള്ള ഒരു ഫീൽ ഉണ്ടാവണം. ടോട്ടാലിറ്റി വളരെ സിമ്പിളാണ് തിയേറ്റർ, എന്നാൽ വളരെ മനോഹരമാണ്. അത് നമ്മുടെ കസ്റ്റമറുടെ ഒരു ചോയ്സിനനുസരിച്ച് ഓരോ സ്റ്റെപ്പിലും ബിനോയ് സാറിൻ്റെ ഒരു താല്പര്യത്തിനനുസരിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചു എന്ന ഒരു ചാരിതാർത്ഥ്യം അല്ലേ, ഒരു സന്തോഷം നമുക്ക്. പുതിയ വീട് പണിയുമ്പോഴത്തേന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതുപോലെ എന്താണ് ഒരു ഹോം തിയേറ്റർ വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യമൊക്കെ ചെയ്തപ്പോഴത്തേന് പിന്നെ എന്താ വെച്ചാൽ ബെഡ്റൂമുകളുടെയൊക്കെ അളവും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേന് ആ ഒരു ഓപ്ഷൻ എന്നാൽ ശരി പിന്നീട് നമുക്ക് ചിന്തിക്കാമെന്ന് പറഞ്ഞൊന്ന് വെയിറ്റ് ചെയ്തു. അതിന് ഞാൻ LXDയുടെ പരസ്യം ഞാൻ ആക്ച്വലി ആഗ്രഹം ഉണ്ടായിട്ട് 2-3 വേറെ കമ്പനികളുടെ ഇതൊക്കെ വാങ്ങിച്ചായിരുന്നു. കൊട്ടേഷനൊക്കെ എടുത്തു ഇങ്ങനെ നോക്കിയിട്ട് ഒരു പ്രാവശ്യം LXDയുടെ ഒരു പരസ്യം ഞാൻ കണ്ടു. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം ഹോം തിയേറ്റർ വെക്കാനാണ്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. മീൻസ് ഹാളിലോ അല്ലെങ്കിൽ ബെഡ്റൂമിലോ ഞങ്ങൾ എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ തയ്യാറാണെന്നൊരു ഓപ്ഷൻ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. അങ്ങനെ അവരെ ഞാൻ സമീപിച്ചു. അവർ വന്നിട്ട് ഇപ്പോൾ റൂഫിന് എനിക്ക് കുറച്ച് സ്ഥലം കിട്ടി, റൂഫ് ഏരിയ. ഞാൻ റൂഫ് ഏരിയ കൊണ്ടുവന്നിട്ട് ഷജുവായി വന്നപ്പോഴത്തേക്ക് ചോദിച്ചു ഈ ഏരിയയിൽ ഓക്കെ ഏത് രീതി വേണമെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒരു റൂം വേണം എന്നൊക്കെയുള്ള യാതൊരു ഡിമാൻഡും ഇല്ല. അപ്പോൾ ഞാനൊരു empty ലാൻഡ് മാത്രം അല്ലെങ്കിൽ ഈ സ്ഥലം മാത്രം റോഡിട്ട സ്ഥലം മാത്രം കാണിച്ചു കൊടുത്ത് ബാക്കി എന്നോട് പറഞ്ഞ് A to Z ഞങ്ങൾ ചെയ്തോളാം, വരും കവറിങ് കാര്യങ്ങളെല്ലാം ചെയ്തോളാം എന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട്. ഞാൻ പറയും ഹൗസ് വാമിങ് ഇന്ന സമയമായിരിക്കും. ലാസ്റ്റ് ടൈമിലാണ് ഞാൻ ഇനിയൊരു തീരുമാനം എടുത്ത് തന്നെ എനിക്കൊരു ഹോം തിയേറ്ററിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞതും. അപ്പോൾ എനിക്കൊരു 20 ഡേയ്സിനുള്ളിൽ അത് വന്ന് കറക്റ്റായിട്ട് ചെയ്ത് ഭയങ്കര പക്കായിട്ട് ഫിനിഷ് ചെയ്തു. ഞാനും ഞങ്ങളുടെ ഫാമിലി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. കാര്യം മൂവി വീക്കിലി വൺസെങ്കിലും വന്നൊരു മൂവി ഫുള്ളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അത് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ നല്ല പെർഫെക്റ്റായിട്ട്. കോസ്റ്റ് വൈസ് നോക്കിയാലും ബാക്കിയുള്ള കമ്പനികൾ കോട്ട് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ബെറ്റർ കോട്ട് തന്നു. നല്ല സർവീസ് ഉണ്ട്, നല്ല രീതിയിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ ഫാമിലി എല്ലാവരും ഹാപ്പിയാണ്. നല്ലൊരു മൂവി കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു അഭിപ്രായം മാത്രമാണ് എനിക്ക്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ മുതൽ നമുക്ക് ഒന്നും ഈ കണ്ണിന് അരോചകമായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ കസ്റ്റമറുടെ തന്നെ ഈ കസ്റ്റമേഴ്സ് നമ്മളോട് കൂടുതൽ നമ്മളെ കോപ്പറേറ്റ് ചെയ്ത് നമ്മളോട് സഹകരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ലൊരു ഔട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതെ. നമ്മുടെ ഓരോ കസ്റ്റമറോടും ഞങ്ങൾക്ക് പറയാനുള്ളത് തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലപരിമിതിയുള്ള ഒരു ഏരിയ തന്നെയാണ്. കാരണം 16 അടി നീളം, 19 അടി നീളം, 20 അടി നീളം, 25 അടി നീളം, ഇങ്ങനെ ആ ഒരു സ്ഥലപരിമിതി അത് വലുതായാലും ചെറുതായാലും ആ ഒരു കിട്ടുന്ന തിയേറ്ററിൻ്റെ ഏരിയ വളരെ മനോഹരമാക്കാനായിട്ട് LXD എന്നും ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഓരോ തിയേറ്റർ നോക്കിയാലും അറിയാൻ പറ്റും. അതുപോലെ നമ്മുടെ പല വീഡിയോയിൽ ആൾക്കാർ കമൻ്റായിട്ട് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്തുകൊണ്ട് ബഡ്ജറ്റ് പറയുന്നില്ല? നമുക്ക് ബഡ്ജറ്റ് പറയുന്നതിന് ഒരു തടസ്സവും ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മൾ ഏത് തിയേറ്ററിൻ്റെ ബഡ്ജറ്റ് പറയാനും നമ്മൾ തയ്യാറാണ്. പിന്നെ ചോദിക്കുന്ന ആൾക്കാരോട് പറഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതിനെപ്പറ്റി അന്നേരം വീഡിയോയിൽ നമ്മൾ പരാമർശിക്കാത്തത്. ശരിക്കും പറഞ്ഞാൽ
അതെ ബഡ്ജറ്റ് അങ്ങനെ ഒന്ന് പറയണം എന്ന് തോന്നുന്നില്ല. വേറൊരു കാര്യമുണ്ട്. ഇത് ചിലപ്പോ എന്താ പറയാ, തിയേറ്റർ കാണുമ്പോൾ കസ്റ്റമർ ഇത് എത്ര രൂപയ്ക്ക് തീർന്നു എന്ന് പറയാനായിട്ട് ചിലപ്പോൾ താല്പര്യപ്പെടുന്നുണ്ടാവില്ല. അങ്ങനെ പല സൈറ്റുകൾ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ പറയും ഇതിപ്പോ നമ്മളിപ്പം ബഡ്ജറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വെറുതെ കമന്റുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും. തിയേറ്റർ ഒരിക്കലും ചെയ്യാത്ത ആൾക്കാരുടെ കമന്റ് ആയിരിക്കും കൂടുതലായിരിക്കും. അറിയോ, അയ്യോ അത്രയും തിയേറ്റർ അത്രയും ബഡ്ജറ്റ് ആയോ ഈ തിയേറ്റർ, അല്ലെങ്കിൽ അത്രയും കുറഞ്ഞു പോയെന്നാരും ചോദിക്കുകയല്ല, അത്രയും ബഡ്ജറ്റ് ആയോ, ഇത് ഈ തിയേറ്റർ അതിനുള്ള തിയേറ്റർ ഇല്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയും. ഇനി നമ്മൾ വെറും 50,000 രൂപയുടെ തിയേറ്ററിന്റെ ബഡ്ജറ്റ് പറഞ്ഞാലും അപ്പോഴും പറയും ഇത് കൂടുതലാണ്, അവിടെ ഈ ഇത് അവിടെ ഈ പ്രശ്നം കുറവുണ്ടല്ലോ. അങ്ങനെ ഇത് പ്രശ്നങ്ങളില്ലാത്ത ആരും എല്ലാം തികഞ്ഞവരൊന്നും അല്ല, എല്ലാവരും എന്തെങ്കിലും കുറവുകളുണ്ടാവും. പക്ഷെ നമ്മളൊരു കാര്യം പറയുമ്പം അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കാര്യം പറയാൻ സത്യസന്ധമായിരിക്കും. അത് എന്ത് കമന്റ് അതിൻ്റെ ഇടയിൽ നെഗറ്റീവ് ഇട്ടാലും ഞങ്ങൾക്ക് പ്രശ്നവുമല്ല. അതിനെ കാര്യം വെച്ചാൽ നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. അതെങ്ങനെ എടുക്കണം, അതിനെ കമന്റിലൂടെ പ്രതിരോധിക്കണോ അല്ലെങ്കിൽ ഒളിഞ്ഞിരുന്നിങ്ങനെ എന്താ പറയുന്നത് മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പ്രതിരോധിക്കണോ എന്നുള്ളത് കമന്റ് ഇടുന്നവർ ആലോചിക്കേണ്ട വിഷയം. അല്ല, ഇതിൽ പറയുന്നത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ പറയാറുണ്ട് ഇങ്ങനെ വേണ്ട തൽക്കാലം ബഡ്ജറ്റ് നമ്മൾ പറയേണ്ടതെന്ന് പറയും. പല കസ്റ്റമേഴ്സും ഇപ്പോൾ ഞങ്ങളെ കൊണ്ട് ഈ കമന്റ് ഇടുന്ന ആരെങ്കിലും ഒരു തിയേറ്റർ ചെയ്യിക്കുമ്പോൾ ഫൈനൽ സ്റ്റേജിൽ വരുമ്പോൾ അവരും പറയും ഇതിൻ്റെ ബഡ്ജറ്റ് പറയണ്ട. നമ്മൾ ചിലപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ കാണുമ്പോൾ ഇനി ഫോർ എക്സാമ്പിൾ നമ്മളോട് ഒരു കക്ഷി പറഞ്ഞത് ഇതിനാകെ നമുക്ക് അറിയാം ഇത്രയ്ക്കേ ആയിട്ടുള്ളൂ, എങ്കിലും നമ്മൾ അത്ര കുറച്ച് പറയണ്ട, കുറച്ചുകൂടെ ഒന്ന് കൂട്ടി പറഞ്ഞു ഇങ്ങനെ പറയുന്ന മനസ്സിലായി. ഞാനത് പറയാൻ നമുക്ക് ആളുടെ പേരൊന്നും പറയേണ്ട കാര്യം. അതെ, അങ്ങനെ 1-2 കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാവേണ്ട വെച്ചിട്ടാണ് ഞങ്ങൾ ബഡ്ജറ്റ് ഓപ്പൺ ചെയ്യാത്തത്. കസ്റ്റമറോട് നമ്മൾ തുറന്ന് ചോദിക്കാറുണ്ട് എന്താണ് നിങ്ങളുടെ ബഡ്ജറ്റ്. ആ ബഡ്ജറ്റിലേക്ക് ഇറങ്ങി വന്നതാണ് ഞങ്ങൾ തിയേറ്റർ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങൾ തിയേറ്ററിന് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 6 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങളൊരു കൊട്ടേഷൻ അയച്ചു തരുമെന്ന് ഞങ്ങളോട് പറയുമ്പോൾ, ഞങ്ങളോട് നല്ല ഏതൊരു കമ്പനിയോട് നിങ്ങൾ പറയുമ്പോൾ നമ്മളൊരു 10 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിൽ പഠിച്ച ഒരു കൊട്ടേഷൻ അയച്ച് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അത് നിങ്ങളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ അത് നമ്മളെ വെറുതെ ഒരു കൊട്ടേഷനായിട്ട് അയച്ചു വിട്ടിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? അങ്ങനെ അയച്ചു വിട്ടിട്ട് കാര്യമില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം ഉണ്ടായത് തുടക്കം തന്നെ ബിനോയ് സാർ ഒരു ബഡ്ജറ്റ്, കറക്റ്റ് ബഡ്ജറ്റ്, ഈ ബഡ്ജറ്റിനുള്ളിൽ നിന്ന് വേണം തിയേറ്റർ ചെയ്യാനായി. അപ്പോൾ നമ്മൾ അതിനേക്കാൾ നല്ലൊരു വിത്ത് ഗാലക്സി അടക്കം ഒരു തിയേറ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബഡ്ജറ്റ് ചെറുതോ വലുതോ എന്നുള്ളതല്ല, നിങ്ങൾക്ക് തരുന്ന തിയേറ്റർ മനോഹരമായിരിക്കും. അത് LXDയുടെ ഒരു വാക്ക് തന്നെയാണ്. ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ബഡ്ജറ്റ് പറയണോ? നമുക്ക് ഈ ബഡ്ജറ്റ് നമുക്കൊന്ന് പറഞ്ഞേക്കാം. ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇരിക്കുന്ന കണ്ടീഷനിൽ ഗാലക്സി അടക്കം നമ്മൾ വളരെ നമ്മുടെ ബിനോയ് സാർ നമ്മുടെ വളരെ സുഹൃത്തായതുകൊണ്ടും നമുക്ക് വേണ്ടപ്പെട്ട വീടായതുകൊണ്ടും നമ്മൾ ബഡ്ജറ്റ് വളരെ കുറച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഈ കണ്ടീഷനിൽ നമുക്ക് 6.25 ലക്ഷം രൂപയാണ് ഈ തിയേറ്ററിനായിരിക്കുന്നത്. തീർച്ചയായിട്ടും LSD കൊണ്ട് തിയേറ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് അപ്പൊ തിയേറ്ററിന്റെ ആംബിയൻസ് പൂർണ്ണമായിട്ട് നിങ്ങൾ കണ്ടു. അപ്പൊ ക്ലൈമാക്സിലാണ് ഞങ്ങളിത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നിങ്ങൾക്കറിയാം ഈ ഒരു എമൗണ്ടില് ഒരു 4K ഗാലക്സി ഇത്തരം കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വരണമെങ്കിൽ ഈ തിയേറ്റർ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് അറിയാൻ സാധിക്കും എത്ര വരും എന്നുള്ളത്. ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിന് അല്ലെങ്കിൽ സഹകരണത്തിന് ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ നമ്മുടെ തിയേറ്ററിൻ്റെ ഡീറ്റെയിൽ ഏതാണ്ട് പൂർണ്ണമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ കൂടുതൽ തിയേറ്ററിൻ്റെ വർക്കുകൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോകൾ 1 by 1 ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനുണ്ട്. ഞങ്ങൾ പൂർണ്ണമാക്കിയ തിയേറ്ററിൻ്റെ വീഡിയോ പോലും നമുക്കിപ്പോൾ എടുക്കാൻ കുറച്ച് താമസം വന്നു. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ പുതിയ തിയേറ്ററുകളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഇതെല്ലാം കസ്റ്റമേഴ്സ് നമുക്ക് തരുന്നൊരു പിന്തുണയാണ്. ആ ഒരു പിന്തുണ എപ്പോഴും ഉണ്ടാവും തന്നെയാണ്. കാരണം കസ്റ്റമേഴ്സിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം നമ്മുടെ ഒരു വീഡിയോ മാത്രമല്ല, ഒരുപാട് അല്ലേ ഇന്റീരിയർ ആളുകളുടെയും കമ്പനികളുടെയും വീഡിയോ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നത്. പക്ഷെ എന്നിട്ട് അതിൽ നിന്ന് LXD സെലക്ട് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഞങ്ങൾ അഭിമാനിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ ഒരു നന്ദി നിങ്ങളോട് അറിയിക്കുക. തീർച്ചയായിട്ടും ഓരോ കസ്റ്റമേഴ്സ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയം. തീർച്ചയായിട്ടും. അപ്പം ഈ തിയേറ്ററിന് ഇത്ര ആയോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള എല്ലാവിധ നെഗറ്റീവ് കമന്റുകളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് വളരെ വിനയപൂർവ്വം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.